ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റിവോൾവിംഗ് റെസ്റ്റോറൻ്റാണ്. ഇതാണ് TV ടവർ, ഷാങ്ഹായ് TV ടവർ. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രധാന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് കണ്ട സ്ഥലം അവിടെ ആയിരുന്നു കേട്ടോ. നമ്മളിതാ മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഇതിൻ്റെ മൂവിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അണ്ടങ്ങൾ കണ്ടോ, ടേബിള് പോകുന്ന അണ്ടങ്ങൾ. കുറേ വെറൈറ്റികൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കനിൽ തന്നെ ഒരു 10 വെറൈറ്റി, ബീഫിൽ അതിൽ കൂടുതലുണ്ട്. ഫുള്ള് നമ്മളൊരു ഷിപ്പിൽ പോയ ഫീലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൈനയിൽ വരികയാണെങ്കിൽ ഷാങ്ഹായിൽ വരിക, ഷാങ്ഹായിൽ വരികയാണെങ്കിൽ ഈ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ വരിക. ഫുള്ള് കിടക്കുകയാണ്, താഴെതാ ബിൽഡിങ്, താഴെതാ ഗ്രൗണ്ടാണ്. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖമല്ലേ? അപ്പം നമ്മളെ ഈ ട്രിപ്പിൽ, ചൈന ട്രിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കേട്ടോ ഞാൻ പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള സ്ഥലം, അതായത് റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്. ഷാങ്ഹായ് ടവറിൻ്റെ മുകളിലാണ് ഈ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്. ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ ഈ റിവോൾവിങ്ങിൻ്റെ കാഴ്ചകളും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫുഡ് സിസ്റ്റവും എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിലേക്കുള്ള യാത്ര, ഷാങ്ഹായിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടേക്കുള്ള എൻട്രൻസ് കിട്ടുമോയെന്ന് അറിയില്ല, ഓൺലൈനിൽ നമുക്ക് കിട്ടിയിട്ടില്ല ടിക്കറ്റ്. ഇതാണ് അതിൻ്റെ കോമ്പൗണ്ട്. അപ്പോൾ ഓൺലൈനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, എവിടെ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടുമെങ്കിൽ നമ്മളെടുക്കും. സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്, നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. സാധനങ്ങളൊക്കെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിൻ്റെ ശേഷമേ നമ്മളെ ഉള്ളിലേക്ക് വിടുള്ളൂ കേട്ടോ. അതാ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ സിനി ഇർഫാനും ഇപ്പം തന്നെ എത്തും. ആ സെക്യൂരിറ്റി ചെക്കിങ് നല്ലൊരു സെക്യൂരിറ്റി ചെക്കിങ്ങാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രധാന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഇതേപോലെ ഫെസ്റ്റിവലിൻ്റെ സെയിൽസിൻ്റെ ആൾക്കാരൊക്കെ കാണാനുണ്ട്. ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോഗ്രാഫർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് TV ടവർ, ഷാങ്ഹായ് TV ടവർ. വലിയൊരു സംഗതിയാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ ഈ ഒരു റിവോൾവിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കഴിക്കാൻ കഴിയുമോ, എൻട്രി കിട്ടുമോ എന്നുള്ളതാണ് ഇനി അടുത്ത പരിശ്രമം കേട്ടോ. ഏതോ ഒരു കമ്പനീൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ള സീറ്റ്, ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നടത്തുക എന്നുള്ളതാണ്. നമ്മളെ നാട്ടിലെ മൈജി, മലബാറൊക്കെ പോലത്തെ മറ്റ് റിലയൻസ് പോലത്തെ ഒക്കെ കമ്പനികളായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. വലിയ കമ്പനികൾക്ക് ഇവിടെ നടത്താൻ കഴിയുള്ളൂ, അത്രയും ചാർജും ഇൻ്റർനാഷണൽ റേറ്റൊക്കെ ആയിരിക്കും. അങ്ങനെ അതിൻ്റെ താഴത്തെ ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ എത്തിയിട്ടോ. ഇവിടുന്നുള്ള കാഴ്ചകളാണിത്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പോസിറ്റിലേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്, ബിൽഡിങ്ങുകളുടെ. അപ്പോൾ നമ്മൾ ദുബായ് മാൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിൽ പോകുന്ന പോലെ ഒരുപാട് സെക്യൂരിറ്റി, ഇതേപോലെ ടിക്കറ്റ് കൗണ്ടർ, ആൾക്കാർക്ക് വരി നിൽക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ എത്രയും വലിയൊരു ടവർ, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ടവറിന് എന്തൊക്കെ സെക്യൂരിറ്റി, എന്തൊക്കെ വഴികളുണ്ടാവുമോ അതൊക്കെ ഇവിടെയും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഓരോരോ കൊല്ലത്തിൽ വന്ന മാറ്റങ്ങൾ, ഷാങ്ഹായിക്ക് വന്ന മാറ്റങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്ക്രീനിൽ. ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ മുകളിൽ പെർമിറ്റ് കിട്ടുമെന്ന് അറിയില്ല, നമ്മൾ ശ്രമം നടത്തുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റിവോൾവിംഗ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമ്മളിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഇത് ടിക്കറ്റിൻ്റെ ഭാഗമാണ്, സെക്യൂരിറ്റി. ഇവിടെ നമുക്ക് എത്രത്തോളം ടിക്കറ്റ് കിട്ടുമോ എന്താണെന്ന് അറിയില്ല. ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട്, ഇവിടെ ചോദിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ടവറിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ടവറിൻ്റെ മുകളിലുള്ള ഒരു വ്യൂ പോയിൻറ്റുകളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇഷ്ടം പോലെ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതൊരു റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റൗണ്ട് തന്നെയാണ്. നമ്മൾ അവിടുന്ന് കണ്ട കാഴ്ചകളൊന്നല്ല, നല്ല നല്ല വ്യത്യസ്തമായ, അതായത് ഷാങ്ഹായ് സിറ്റീനെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടവർ വ്യൂ ആണ്. ഇനി നമ്മൾ ഇവിടെ വന്ന് മുകളിൽ വന്നതിൻ്റെ ശേഷം ഇനിയിപ്പം നമ്മൾ ലൈൻ നിൽക്കുകയാണ് എവിടേക്ക്, നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണിക്കാം നമ്മൾ, ബൊഫേൻ്റെ. അപ്പോൾ അതുകൂടി നമ്മൾ, അത് റിവോൾവിംഗ് ആണ് കേട്ടോ, അതിങ്ങനെ റൗണ്ട് ചെയ്യും. നമ്മളെ 2 മണിക്കൂർ നമുക്ക് ഫുഡിന് ടൈം ഉണ്ടാവും. ആ സമയം കൊണ്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് സ്ലോലി റൗണ്ട് ചെയ്ത് വരുന്നതാണ്. 2 മണിക്കൂറത്തെ ഒരു ബൊഫേ സെറ്റാണ് നമുക്ക് ഇവിടെ അലോ ചെയ്തത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറുക കേട്ടോ. വെൽക്കം ടു റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് ഓറിയൻ്റൽ പേൾ ടവർ.
ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ റിവോൾവിങ് റെസ്റ്റോറൻറ്റിലാട്ടോ. ഫുള്ള് സർവീസ് ബൊഫേ ആണ്. ഇവിടെ കുറേ ആൾക്കാർ സീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ വന്നിട്ടുണ്ട്. ഇവിടെ സിനീൻ്റെ സീറ്റാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കാം. നമുക്ക് ഇത് തിരിയുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൊക്കേഷനിലാണ് ഇപ്പം നമ്മളുള്ളത്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ലൊക്കേഷൻ എവിടേക്ക് പോകുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം നമ്മൾ സലാഡ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു അടിപൊളി കോഫി ഉണ്ട്. ചെറിയ ചെറിയ സ്നാക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ സമയമുണ്ട്. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ, ജ്യൂസും ഒക്കെ കഴിക്കാനുള്ള ഓപ്ഷൻസ് കുറേ വെറൈറ്റികൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കനിൽ തന്നെ ഒരു 10 വെറൈറ്റി, ബീഫിൽ അതിൽ കൂടുതലുണ്ട്. ഇസ എന്തൊക്കെയോ സലാഡോ എന്തൊക്കെയാണ് കഴിക്കുന്നത് ഇസ? ഫുള്ള് വെറൈറ്റി അല്ലേ? ഇതാ സലാഡ്സിലുള്ള കുറേ ഐറ്റം ഉണ്ട്. നൂഡിൽസിലുണ്ട്, ചിക്കനിൽ ഇതാ, ബീഫിൽ കൂന്തൾ, സ്റ്റീക്ക്, കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്, വെറൈറ്റികൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇരിക്കുന്ന സമയത്ത് കണ്ട സ്ഥലം അവിടെ ആയിരുന്നു കേട്ടോ. നമ്മളിതാ മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഈ സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പം നമ്മൾ ഇനി ഇതാ ഈ സ്ഥലം നോക്കി വെച്ചോളി. ഈ സ്ഥലം കണ്ടോളി. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വ്യത്യാസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചെറുങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചെറുങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെ അതെ അതെ, ഇപ്പോൾ കണ്ടോ? കറക്റ്റായിട്ട് കണ്ടോ നിങ്ങൾ മൂവ് ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് കേട്ടോ പുതിയ വന്ന ഐറ്റം. ഇതാ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇവർ പോരട്ടോ, ഇവർ ഈ ബൊഫേയിൽ ഇവിടെ മുതലാക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇഷ്ടം പോലെ ഐറ്റംസ് അവിടെ ഉണ്ടായിട്ട് ഒന്നും ഇവർ മുതലാക്കുന്നില്ല കേട്ടോ. എൻ്റെ പൈസ വെറുതെ പോയാൽ മതിയാണ്. ഇതിൻ്റെ മൂവിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടങ്ങൾ കണ്ടോ? ടേബിൾ പോകുന്ന കണ്ടങ്ങൾ ഇതാ ഇത്രയും സ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടോ? നമ്മൾ കവർ ചെയ്ത് വരുന്ന കണ്ടങ്ങൾ. ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ, ഞാൻ ആദ്യം അറിഞ്ഞത് 2 വട്ടം എന്നാണ്. അതൊന്നുമല്ല, ഇഷ്ടം പോലെ വട്ടം ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ. 2 മണിക്കൂർ മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ല, ഈ തൂണ് ഇവിടെ എത്തി. ഇനി കഴിഞ്ഞങ്ങനെ പോകുന്ന കണ്ടങ്ങൾ ഞാൻ ഒരേ പിടുത്തം പിടിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് ഷാങ്ങായി സിറ്റി മൊത്തം കറങ്ങി കാണാം. അപ്പം നമുക്ക് ഇതിൻ്റെ വ്യൂവും കിട്ടും. നമുക്ക് ഇവിടുന്ന് നമ്മൾ വെറും ഇത് കാണാൻ വേണ്ടി കയറുകയാണെങ്കിൽ 200 RMB ഉണ്ട്. ഫുഡിന് 420 RMB കൊടുത്താൽ ഫുഡ്, ഈ സൗകര്യങ്ങൾ, കാഴ്ച എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര സേഫ്റ്റി ആണല്ലോ, ഗ്ലാസിൻ്റെ ബോർഡറൊക്കെ. അപ്പോൾ കുട്ടികൾ താഴോട്ട് നോക്കിയിട്ട് അവിടെ നിന്നും വരെ കൂടെ കളിക്കുകയും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. അങ്ങനെ ഏകദേശം നൈറ്റായി കഴിഞ്ഞു. 7 മണി വരെയാണ് നമുക്ക് പെർമിഷനുള്ള സമയം. 6:30 സമയം ഏകദേശം. ഇനി അരമണിക്കൂറുണ്ട്. നമ്മൾ ഡെസേർട്ട്, ജ്യൂസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള കഴിക്കുന്ന പരിപാടികളിലാട്ടോ. അപ്പം നമ്മൾ ഫ്രൂട്ട് സെക്ഷനിൽ ലാസ്റ്റ് സെക്ഷനായിട്ട് എടുക്കാൻ വന്നതാട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനാണ് ജ്യൂസ് സെക്ഷന്. ഫുള്ള് നമ്മളൊരു ഷിപ്പിൽ പോയ ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഒരു ഷിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്ന കറക്റ്റ് ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടും. എല്ലാ സ്ഥലത്തും സർവീസും കാര്യങ്ങളൊക്കെ. അങ്ങനെ അടുത്ത സെറ്റ് വരിക കേട്ടോ. 7 to 9 എന്ന് പറഞ്ഞ സെറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോവുകയാണ്. 5 to 7 നമ്മൾ കഴിഞ്ഞത്. ഫുള്ള് റഷാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റഷ് തന്നെ ഫുള്ള്. വീണ്ടും വീണ്ടും തിരക്കുകൾ. ഇതൊരു ലോകാട്ടോ. അപ്പോൾ നിങ്ങൾ ചൈനയിൽ വരികയാണെങ്കിൽ ഷാങ്ഹായിൽ വരികയാണെങ്കിൽ ഈ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിൽ വരിക. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ 420 RMB എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പാര എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് കിട്ടും കേട്ടോ. ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ചെയ്യാൻ കണ്ടില്ലേ, ആൾക്കാർ ഗ്ലാസിൻ്റെ മുകളിൽ കയറുന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നമുക്ക് ഫുഡ് കഴിച്ച് അങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നമ്മൾ വേറെ ഏതോ ഒരു റൂട്ടിലായിപ്പോയി. ഇവിടെ കണ്ടില്ലേ, ഗ്ലാസ് കയറി നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന കണ്ടില്ലേ. അങ്ങനെ നമുക്കൊരു സ്പെഷ്യൽ സർവീസൊക്കെ ചെയ്ത് തന്നിട്ടോ. നമ്മൾ ക്ലോസിങ് ആയിപ്പോയ ഡോറിൽ നമ്മൾ കയറി വരികയാണ്. സിനിക്ക് ഒരു ഭയങ്കര താങ്ക് യു പറഞ്ഞു സിനി. ഇവിടെ കിടക്കുന്ന ആൾക്കാർ ഇതാ കിടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് കിടക്കുകയാണ്. താഴെതാ ബിൽഡിങ്, താഴെതാ ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് എക്സ്പീരിയൻസ് ആദ്യം തന്നെ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഫുള്ള് ഗ്ലാസ് എക്സ്പീരിയൻസ്.
ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് എത്തിയിട്ടോ. ഇത് 3 ലെവലിലായിട്ട് നമ്മളെ കാണിക്കും. ഒരു ലെവലിലേക്ക് തിരിച്ചിറങ്ങി നമ്മൾ ലിഫ്റ്റ് നിന്നും അവിടേക്ക് ഏകദേശം എത്തി. ഇനി നേരെ താഴോട്ടാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്നത് താഴോട്ടാണ് കേട്ടോ. ഓക്കെ, ഈ കാഴ്ചകൾ കൂടി കാണിച്ചതിൻ്റെ ശേഷമാണ് നമ്മളെ വിടുന്നത്. എല്ലാം കൊണ്ടും ഇതൊരു ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കാരണം രണ്ടും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ ലോകത്തിൽ ഇവിടെ മാത്രമുള്ള 2 സംഗതിയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. വീണ്ടും എൻ്റെ വീഡിയോ തുടർന്ന് കാണുക. ഇതുപോലത്തെ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഊർജ്ജം നിങ്ങളാണ്. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷാങ്ങായിലെ നമ്മളെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ പോകുന്നത് ജാൻഷാങ്ജാങ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഫുള്ള് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കാട്, മലകൾ, വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ വേണ്ട ചൈനൻ്റെ പ്രധാനപ്പെട്ട, അത് കഴിഞ്ഞിട്ടൊരു ഗ്രാമക്കാഴ്ചകൾ കാണാൻ പോകാനുണ്ട്. അപ്പോൾ ഈ സീരീസ്, ചൈന സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫാമിലി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അത്തരം സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ഉണ്ടാവുക, എൻ്റെ കുടുംബത്തെ പോലെ നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി കാഴ്ചകളുമായിട്ട് നാളെ നമ്മളിവിടുന്ന് ഫ്ലൈറ്റാണ് ജൻജാങ്ജിലേക്ക്, ഡൊമസ്റ്റിക്. അവിടെ നിന്ന് നമ്മൾ 2-3-4 ദിവസം അവിടെ ഉണ്ടാവും. അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്, നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇതാ നമ്മളെ ലോകം ഇന്ന് കണ്ട് നമ്മൾ മേലെ നിന്ന് ഇറങ്ങി വരികയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പം നാളെ കാണും വരെ ബൈ.